നമുക്ക് കള്ളത്തരം കാണിക്കുകയും ചെയ്യരുത്, കള്ളത്തരം പറയുകയും ചെയ്യരുത്. നല്ല കുട്ടിയായിട്ട് വളർന്നു വരണ്ടേ. ആരാണ് ഇവിടെ കള്ളത്തരം കാണിച്ചത്? അമ്മ ഏതോ പെണ്ണിന് എന്റെ ലിപ്സ്റ്റിക് എടുത്ത് കൊടുത്തേക്കുന്നു. ഇവനെ കണ്ണിന് എന്ത് പറ്റി? ആർക്കാണ് നീ ലിപ്സ്റ്റിക് എടുത്ത് കൊടുത്തത്? മെഹദക്ക്. വല്ല ഇറങ്ങിക്കോണെ ഇവിടുന്ന്. എന്തിന് തോന്നിയാസം കാണിച്ചിട്ട് ഇവിടെ കയറി നിൽക്കാൻ പറ്റൂല. ഞാനല്ല, ഇവനാണ് ലിപ്സ്റ്റിക് എടുത്ത് മകതയ്ക്ക് കൊടുത്തത്. എനിക്കറിയത്തില്ല. ലിപ്സ്റ്റിക്കാ? പിന്നെ തോന്നിയാസം കാണിച്ചെന്ന് പറഞ്ഞു. നീ ആ ബേബി ചേച്ചിയുടെ കെട്ടിയവന്റെ വണ്ടി പണിയാൻ എടുത്തായിരുന്നോ? പണിത് കൊടുത്തോ? കൊടുത്തു. എങ്ങനെ കൊടുത്തു? എങ്ങനെ പണിത് കൊടുത്തു? വർഷപ്പിൽ കൊണ്ടുവന്ന് പണിഞ്ഞു കൊടുത്തു, പൈസ മേടിച്ചു. ആ പൈസ മേടിച്ചു. എടി ആ ചേട്ടന്റെ വണ്ടി ബൈക്കില്ലേ അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തപ്പോ ഇവൻ പറഞ്ഞു എഞ്ചിൻ പണിയാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. എന്നിട്ട് മിണ്ടല്ലേ റൊണാൾഡോ നീ? പറയട്ടെ എന്നിട്ട് എഞ്ചിൻ പണിത് കൊടുത്തു എന്ന് പറഞ്ഞ പുതിയ എഞ്ചിൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പുതിയ എഞ്ചിന്റെ പൈസ മേടിച്ച മനുഷ്യന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് പഴയ എഞ്ചിൻ തന്നെ നന്നാക്കി കൊണ്ട് വെച്ചു കൊടുത്തേ. പഴയ എഞ്ചിനാണ് വെച്ചത്. പുതിയ എഞ്ചിനെ എടുത്ത് അങ്ങേർക്ക് വണ്ടിയെ കുറിച്ച് ചക്കി ഞങ്ങൾക്ക് അറിയാത്ത ചേച്ചി പഴയ എഞ്ചിനാണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അറിയാൻ പാടില്ല നോക്കുമ്പോ. പക്ഷെ അച്ചാച്ചൻ പണിയിൽ ഇതുവരെ കള്ളത്തരം കാണിക്കുന്നത്. എഞ്ചിൻ പുറത്തിരിക്കുമല്ലേ? എന്റെ തങ്കച്ചേട്ടത്ത് എഞ്ചിൻ അതിന്റെ വെളിയിൽ നിന്ന് വരുന്ന 1-2 കവറിംഗ് ആണ് പഴയത്. ഓടിച്ചപ്പോ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഓടിച്ചപ്പോ വ്യത്യാസം പുതിയ എഞ്ചിൻ വെച്ച് ഓടിക്കണ പോലെയാണോ പഴയ എഞ്ചിൻ വെച്ച് ഓടിക്കുന്നത്? പല തരികടം കാണിക്കും, പക്ഷെ അച്ചാച്ചൻ എങ്ങനെ കാണിക്കത്തില്ല. നീ ഒന്നും അറിയാതെ സംസാരിക്കരുത്. ചേച്ചി അവരെയാണ് വിശ്വാസം, അച്ചാച്ചനാണ് വിശ്വാസം. ഈ കാര്യത്തിൽ എനിക്ക് അവരെ വിശ്വാസം. അച്ചാച്ചനെ വിശ്വാസം. പൈസയുടെ കാര്യത്തിൽ നീയും നിന്റെ ചേട്ടനും ഈ കള്ളത്തരം നിന്റെ കൂടെ. ഞാൻ ജോലി ചെയ്തിട്ടാ തങ്കച്ചേട്ടത്തി പൈസ പിടിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചില്ല? അങ്ങനല്ലേ ഫോൺ അങ്ങനെ കോൾ എന്റെ ഫോണിൽ വന്നിട്ടില്ല. ഞാനത് ചെയ്യത്തില്ല. പൈസ കൊടുക്കേണ്ട കാര്യം ഞാൻ മെനക്കെട്ട് 2 ദിവസം രാത്രിയും പകലോട്ട് പണിഞ്ഞു രാത്രിയും പകലും പുതിയ എഞ്ചിനെ പണിയുടെ കാര്യമൊന്നുമില്ല. ഈ പഴയ എഞ്ചിൻ തന്നെ കിടുതാന്ന് പറഞ്ഞ് പണിതിട്ടാണ് നീ അത് ഈ രണ്ടു. ലില്ലി ഇത് പറയല്ലേ ലില്ലി? ബേബി ചേച്ചിനാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടായിട്ടില്ല. അവർക്ക് നഷ്ടപ്പെട്ടൊരു കാര്യം അവർ പറയുമ്പോ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. എവിടെ അവരുടെ പൈസ നഷ്ടം വന്നില്ലേ? അതല്ലേ എന്തോ ചെയ്താലും അയാൾ ഇന്നും കൂടി പറഞ്ഞു പുതിയ എഞ്ചിനെ മേടിച്ചെങ്കിൽ അതിന്റെ ബില്ല് എന്നെ കാണിക്കാൻ. കുറച്ച് ആക്രി സാധനങ്ങളുണ്ട്, കുറച്ച് പുതിയ ബില്ല് കൊടുക്കാൻ ഞാൻ കൊടുക്കാം. ഇത്ര ദേഷ്യപ്പെടരുത്. അങ്ങനെ അവരിങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു. നീ എന്താ ചെയ്ത്? തങ്കച്ചേട്ടൻ നീ എന്നെ തോർത്തു കൊടുത്തത്. ഞാൻ വെറും 7-ാം കൂലിയാണല്ലോ. അതുകൊണ്ട് തന്നെ കുടുംബത്ത് താമസിച്ചോണ്ട് ഇങ്ങനെ കിടന്ന് കള്ളത്തരം കാണിക്കാൻ. ഈ കുടുംബത്തെ അങ്ങനെയാണെങ്കിൽ താമസിക്കണ്ട. അച്ചാച്ചി ഈ കുടുംബത്തിൽ താമസിക്കണ്ട. പിന്നെ വല്ലവരുടെയും വാക്ക് കേട്ടോണ്ട് വന്നേക്കുവാ. എന്തൊരു വൃത്തികേടാണ്. കക്കാൻ പോടതിലും നല്ലതാ. ഞാൻ എന്തോ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്. സംസാരിക്കില്ല. ചേച്ചി വല്ലവരുടെയും വാക്ക് കേട്ട് എന്റെ അച്ചാച്ചനെ കള്ളന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ ചേട്ടനെ എന്റെ അച്ചാച്ചനെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ചേച്ചിയാണ്, ചേച്ചിയുടെ കുടുംബക്കാരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇല്ല ഇങ്ങനെ. ഞാൻ ചെയ്തിട്ടില്ല ലില്ലിപ്പേട്ട, സത്യം എനിക്കറിയാൻ ചെയ്തിട്ടില്ലെന്ന്. വല്ലവരുടെയും വാക്കും കേട്ട് വന്നോളൂ. നാണാവൂലല്ലോ. എന്താണ് ഇവിടെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കേട്ടത്? മോനെ എന്റെ ലിപ്സ്റ്റിക് എടുത്ത് ഏതോ പെണ്ണിനെ കൊടുത്തു. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കാൻ സ്വന്തം മോന്റെ കാര്യങ്ങൾ നോക്കുമല്ല പോടി, ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോ. എന്താടാ? കരയണ്ട